yahyas കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റാണ്. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് മക്രോണി വെച്ചിട്ടാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് ചൂടായി വരുന്ന നേരത്തേക്ക് നമുക്കിതിലേക്ക് 1 കപ്പ് അളവിന് മക്രോണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒരുപാട് നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം ആകുമ്പോഴേക്കും നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന നേരത്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം കണ്ടോ, ഇവിടെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ അതാണ്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ ഇതിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അഥവാ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഉപയോഗിച്ച് ഇതൊന്ന് കഴുകിയെടുക്കുക. ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലൊരു വെള്ളമയമൊക്കെ ഒന്ന് പോയി കിട്ടണം. ആ ഒരു അളവിനാണ് ഇതിലേക്കുള്ള പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എത്ര മാത്രം അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടോ അതൊന്ന് പോയി കിട്ടാൻ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1-2 പ്രാവശ്യം ഇതുപോലെ ഇട്ട് ജസ്റ്റ് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ ഒരുപാടായി പോകാനും പാടില്ല. അപ്പോൾ ഇതാണ്ടേ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിത് സൺഫ്ലവറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാവാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറേശ്ശായിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കല്. കുറേശ്ശെ മാത്രമേ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവൂ. കാരണം ഒരുമിച്ചാകുമ്പോഴേക്കും പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് താണ്ടേ ഒന്ന് ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ താണ്ടേ ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയിരിക്കുന്നതെല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.